ഒന്ന് പുറത്തേക്ക് നിൽക്കാവോ? എന്നെ പറ്റി? ഡോക്ടർ, എൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ ടോയ്ലറ്റിൽ പോയി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര പെയിന്, ബ്ലീഡിങ്, സ്റ്റൂള് ഭയങ്കര ഹാർഡാ. അവൾക്കാണെങ്കിൽ ആകെ ചമ്മല. ഡോക്ടറെ വന്ന് കാണാൻ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കത്തുമില്ല. അത് കേട്ടെടുത്തോളം ഫിഷർ ഇൻ നേനോ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അപ്പം എനിക്ക് ആളെ കണ്ട് എക്സാമിൻ ചെയ്താലേ പ്രോപ്പറായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എന്നിരുന്നാലും ഇത് ഫിഷർ തന്നെ ആവും. ഫിഷറോ? ഫിഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായിലെ തൊലി പോലെ ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മുടെ മലദ്വാരത്തിലെ തൊലി. അപ്പം നമ്മുടെ ഈ 20s 30s സ്ത്രീകളിലെ ഇപ്പോൾ ഇത് കൂടുതലും കാണുന്നത്. കൂടുതലും നമ്മുടെ ഈ ജീവിതശൈലി തന്നെയാണ്. സമയത്ത് ഭക്ഷണം കഴിക്കത്തില്ല, അല്ലെങ്കിൽ വെള്ളം കൂടി കുറവായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പച്ചക്കറി പഴവർഗ്ഗങ്ങൾ നമ്മുടെ ഡയറ്റിലേ കാണത്തില്ല, എക്സസൈസ് കാണത്തേ ഇല്ല. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മലം ഭയങ്കരമായിട്ട് മുറുകും. ഇങ്ങനെ ഒരു ദിവസം ഹാർഡ് സ്റ്റൂൾ നമ്മൾ ടൈറ്റായിട്ട് പുഷ് ചെയ്ത് കളയുമ്പോൾ അവിടെ മുറിയും, ചോര വരും. പക്ഷെ നമ്മുടെ പ്രശ്നം വെച്ച് നമുക്ക് നോക്കാൻ പറ്റത്തില്ല, ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല, കൂട്ടുകാരോടും പറയത്തില്ല, വീട്ടുകാരോട്. ഇപ്പം അമ്മയോട് പറഞ്ഞെങ്കിലേ ഇപ്പം അമ്മ പറയും വയറ്റിൽ നിന്ന് ബ്ലഡ് പോയതല്ലേ, പൈൽസ് ആയിരിക്കും. അമ്മയ്ക്കും ഉണ്ട്, അമ്മയുടെ വീട്ടുകാർക്കും ഉണ്ട്, പാരമ്പര്യമാണെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നത് ഇത് മോശമാക്കും. ഈ ഒരു അവസ്ഥയാണ് ഈ ഫിഷർ എന്ന് പറയുന്നത്. ഇതിപ്പോ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇതിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ആദ്യം ഇത് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യണം. അതിനിപ്പോൾ നമുക്ക് ഡോക്ടറിനെ ഏതെങ്കിലും ഒരു സർജനെ പോയി കണ്ട് അതൊന്ന് കൺഫേം ചെയ്യുക. അതിനുശേഷം ഇതിന് വയറ്റിൽ നിന്ന് ലൂസായി പോകാനുള്ള സിറപ്പുകളും അല്ലെങ്കിൽ ആ ഭാഗത്ത് തേക്കാനുള്ള ക്രീമുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുക. വേറെ ഏതൊരു ഭാഗത്ത് മുറിവ് വരുന്ന പോലെ ഉള്ളൂ ഇത്. അപ്പം ഒത്തിരി വെച്ചുകൊണ്ടിരുന്ന് മോശമാക്കാതെ എത്രയും വേഗം ഒരു സർജനെ കാണിക്കുക. ഓക്കെ ഡോക്ടർ, താങ്ക് യു.